നമസ്കാരം. ഒന്നുകിൽ പിണറായി രാജിവെക്കുക, ഇല്ലെങ്കിൽ പിണറായിയെ എല്ലാവരും കൂടി ചേർന്ന് രാജിവെപ്പിക്കും. അതിനുള്ള ഏകദേശ സമയം അടുത്തു വരുന്നുണ്ട്. ജാതകത്തിലൊന്നും ഇദ്ദേഹത്തിന് വിശ്വാസമില്ലായിരിക്കാം. ചിലപ്പോൾ പാർട്ടിക്കും പാർട്ടിക്കാർക്കും ഒന്നും വിശ്വാസം കാണില്ല. പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും പലപ്പോഴും കൃഷ്ണനെയും ഗണപതിയെയൊന്നും മറക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ പലപ്പോഴും അവരെയൊക്കെ സ്മരിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ചില സത്യങ്ങൾ കൂടി വിളിച്ചു പറയുമ്പോഴും, അല്ലെങ്കിൽ കാലഘട്ടം പിണറായിയെ രാജിവെക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒന്നും അറിയാതെ കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ചയെപ്പോലെ ഇങ്ങനെ പതിയെ നടന്നു പോവുകയാണ് നമ്മുടെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി. പക്ഷേ സമയം ശരിയല്ലല്ലോ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് ഈ ജാതകവശാൽ സത്യപ്രതിജ്ഞയുടെ സമയം അനുകൂലമല്ല എന്നാണ് പറയുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി പദം രാജിവെക്കേണ്ടി വരുമെന്ന് ജ്യോതിഷ പ്രവചനം ഉണ്ടായിരിക്കുന്നു. പിണറായി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ സമയം അനുകൂല കാലത്തിലല്ലായിരുന്നുവെന്നും മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരുമെന്നൊക്കെ ജ്യോതിഷികൾ ഇങ്ങനെ പ്രവചിച്ചു. അതായത് കുന്നത്തുരുല്ലം കെ വിഷ്ണു നമ്പൂതിരിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രാജി പ്രവചിച്ചിരിക്കുന്നത്. LDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ 20/5/2021 വൈകുന്നേരം 3:30 കന്നിലഗ്നത്തിലാണ് നടന്നത് എന്നും അഷ്ടമാധിപനും പാപഗ്രഹവുമായിട്ടുള്ള കുജൻ കർമ്മത്തിൽ നിന്ന് ലഗ്നത്തിലേക്ക് ദൃഷ്ടിയുണ്ട് എന്നും ലഗ്നാൽ 5-ൽ ശനിയും 6-ൽ വ്യാഴവും 12-ലെ ചന്ദ്രനും അനുകൂലമല്ല എന്നും ലഗ്നാധിപനായ ബുധനും ലാഭാധിപനായ ചന്ദ്രനും ബലക്കുറവുണ്ടെന്നും സഹായ സ്ഥാനാധിപതി കുജൻ അഷ്ടമാധിപത്യവും ഉണ്ട് എന്നും മുഹൂർത്തമത്ര അനുകൂലമല്ല എന്നൊക്കെയാണ് നമ്പൂതിരിയുടെ വാദം. ശുക്രന് പാപയോഗവും ശത്രുസംഹാര യോഗവും ഉള്ളതിനാൽ പൂർണ്ണഫലം ലഭിക്കാതെ പോകുമെന്നും ഘടകകക്ഷികൾ മൂലം രാജിവെക്കേണ്ട അവസ്ഥ കോടതി കയറുവാൻ വരെ യോഗമുണ്ടാകുമെന്നും കന്നിരാശി ഉദയരാശിയാകിയാലും കാലാവധി പൂർത്തിയാക്കാൻ പ്രയാസമാണ് എന്നും എന്നാൽ കന്നിരാശി യുഗ്മരാശി ആയതുകൊണ്ട് വനിതാ മുഖ്യമന്ത്രിക്ക് സാധ്യതയുള്ളതായും അദ്ദേഹം പ്രവചിക്കുന്നു. ജൂലൈ 12 വരെ അഷ്ടമത്തിൽ കുജൻ സഞ്ചരിക്കാൻ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരുമെന്നാണ് ജ്യോതിഷ പ്രവചനം. ഞാനിത് വെറുതെ പറഞ്ഞതല്ല കേട്ടോ. കേരള സംസ്ഥാനം കണ്ട ഏറ്റവും അഹങ്കാരിയും പരാജിതനും വഞ്ചകനുമായിട്ടുള്ള മുഖ്യമന്ത്രി എന്ന ഖ്യാതി ഇതിനോടകം തന്നെ ഈ പിണറായി വിജയൻ നേടിക്കഴിഞ്ഞു. ഇത്രത്തോളം ഭരണപരാജയം സംഭവിച്ച ഇടതുമുന്നണി സർക്കാർ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലേ ഇല്ല. ഇത്രത്തോളം കേരളത്തെ ഭരിച്ചു മുടിച്ച മറ്റൊരു സർക്കാർ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. കേരളം കൊള്ളയിലും കൊലയിലും കടബാധ്യതയിലും പീഡനത്തിലും വരൾച്ചയിലും തകർന്ന് തരിപ്പണമായിരിക്കെ കുടുംബസമേതം വിദേശത്ത് വിനോദയാത്ര നടത്തിയും പിണറായി വിജയൻ കേരളത്തെ ഞെട്ടിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. മറ്റൊരു മുഖ്യമന്ത്രി അങ്ങനെ ചെയ്തോ? ഇനിയൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരത്തിൽ വരരുതെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ പോലും കുറവല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായിട്ട് വരുന്നുണ്ട്. മകൾക്കെതിരെ ആരോപണം വരുന്നപ്പോൾ മൗനം പാലിച്ചത് തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ മുഖ്യ കാരണമായി ആ ജനങ്ങൾ കാണുന്നുമുണ്ട്. വിശ്വസനീയ മറുപടി പോലും നൽകിയിട്ടില്ല മുഖ്യമന്ത്രി. മക്കൾക്കെതിരായ ആരോപണങ്ങളിൽ കോടിയേരിയുടെ മാതൃക പിണറായി പിന്തുടർന്നില്ല എന്നും CPM എറണാകുളം ജില്ലാ കമ്മിറ്റിയിലടക്കം വിമർശനമുയരുകയും ചെയ്തു. മൈക്കിനോട് പോലും മുഖ്യമന്ത്രി അരിശം കാണിക്കുന്നു എന്നായിരുന്നു പത്തനംതിട്ടയിലെ അടക്കം വിമർശനം. ഇങ്ങനെ ഇനി ഇദ്ദേഹത്തെ വിമർശിക്കുവാൻ ഈ നാട്ടിൽ ആരുമില്ല. അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലാ കമ്മിറ്റികളും ഒരേ സ്വരത്തിൽ പറയുന്നു മുഖ്യമന്ത്രിയുടെ നെറികെട്ട പ്രവർത്തനങ്ങളാണ് പരാജയത്തിന് കാരണമെന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഒരല്പം ഉളുപ്പുള്ള ഒരല്പം അന്തസ്സുള്ള ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു വ്യക്തി പിണറായി വിജയൻ രാജിവെച്ച് വഴിമാറിക്കൊടുക്കേണ്ടതില്ലേ? ഇപ്പോൾ ഇവിടെ കുജനും ലഗ്നനും ഒക്കെ പറയുന്ന ജ്യോതിഷ പണ്ഡിതന്മാരൊക്കെ പറയുന്ന കാര്യത്തിൽ ഇദ്ദേഹം രാജിവെക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ അതൊന്നുമല്ല സത്യമെങ്കിൽ കൂടിയും യഥാർത്ഥ സത്യം ഇവിടെ ജനങ്ങൾ ഇദ്ദേഹത്തെ വെറുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു മുഖ്യമന്ത്രി എന്താണോ ആകാതിരിക്കുക അതാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി. ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ ആകരുത് എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിപ്പോയ ഒരാളാണ് ഈ മുഖ്യമന്ത്രി. ജനങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു മുഖ്യമന്ത്രി, ജനങ്ങൾ അംഗീകരിക്കാത്ത ഒരു മുഖ്യമന്ത്രി, എന്തിന് സ്വന്തം പാർട്ടിക്കാർ പോലും ഇപ്പോൾ വെറുത്തു തുടങ്ങിയ ഒരു മുഖ്യമന്ത്രി, സ്വന്തം അണികൾക്ക് പോലും നല്ലൊരു വാക്ക് പറഞ്ഞു കൊടുക്കുവാൻ പറ്റാത്ത ഒരു മുഖ്യമന്ത്രി. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ ചുമക്കേണ്ട ഗതികേട് കേരളത്തിലുണ്ടോ? ഇങ്ങനത്തെ ഒരു മുഖ്യമന്ത്രിയെ ചുമന്നു പോകേണ്ട ഗതികേട് ഈ പാർട്ടിക്കുണ്ടോ? ഇങ്ങനെ പാർട്ടിക്കാരും ഒപ്പം തന്നെ സമൂഹവും ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഒരല്പം ഉളുപ്പ്, ഒരല്പം അന്തസ്, എന്തിന് മാനാഭിമാനമുണ്ടെങ്കിൽ രാജിവെച്ച് പടിക്ക് പുറത്തു പോവുക എന്ന് മാത്രമേ ഈ ജനങ്ങൾ പറയുന്നുള്ളൂ. അത് ചെയ്യുവാൻ, അതനുസരിക്കുവാനെങ്കിലും തയ്യാറാകൂ പിണറായി.